ഞാൻ അന്ന് ഒരു ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു. ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി ഓഫ് യൂറോപ്പ് എന്ന ഒരു കോഴ്സ് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ വിഷയം പഠിപ്പിച്ച പ്രൊഫസർ ഏറെ ആദരണീയനായിരുന്നു. പാശ്ചാത്യ ചിന്തയിൽ സ്ത്രീകളുടെ സംഭാവനയെക്കുറിച്ച് അവസാനത്തെ ക്ലാസ്സിൽ പറയാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. അതിനായി ആ സെമസ്റ്റർ മുഴുവനും ഞാൻ കാത്തിരുന്നു. അവസാനം ആ ദിനം വന്നു. അധ്യാപകൻ കടന്നു വന്നു. ഇങ്ങനെ പ്രഖ്യാപിച്ചു: പാശ്ചാത്യ ചിന്തയിൽ സ്ത്രീകളുടെ സംഭാവന അങ്ങനെയൊന്ന് ഇല്ല. ഈ വിധിയെഴുത്തിൽ ഞാൻ തകർന്നുപോയി. പ്രൊഫസറുടെ നിഗമനം ബൗദ്ധികമായൊരു പരിശോധനയ്ക്ക് മുന്നിൽ നിൽക്കാത്തതായിരുന്നു എന്ന് എൻ്റെ അന്വേഷണങ്ങൾ പിന്നീട് തെളിയിച്ചു. സ്ത്രീകൾക്ക് ചരിത്രമില്ല എന്ന ധാരണയുടെ കൂടെ വരാറുള്ള മറ്റൊരു ധാരണയാണ് മഹത്വം നേടിയ ഒരു കലാകാരിയും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നത്. ഇതൊക്കെ മുൻവിധി മാത്രമാണ്. ആധികാരിക സിദ്ധാന്തമായി ഉയർത്തിക്കെട്ടിയ വെറും മുൻവിധി. മറ്റൊരു കാഴ്ച ചുറ്റിനുമില്ലാത്തത് കൊണ്ട് മാത്രം ഇതൊക്കെ ആളുകളങ്ങ് വിശ്വസിക്കുകയാണ്. അന്ന് ഞാൻ തുടങ്ങിയ അന്വേഷണമാണ് സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ വലിയ നിധിശേഖരമായി മാറിയത്. അതോടെ ഞാൻ ശക്തയായിത്തീർന്നു. എൻ്റെ കണ്ടുപിടുത്തങ്ങൾ എൻ്റെ കലാസൃഷ്ടിയിലൂടെയാണ് അവതരിപ്പിച്ചത്. സ്ത്രീകളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചുമുള്ള മുൻവിധികൾ മാറ്റാൻ ദൃശ്യബിംബങ്ങൾക്ക് കഴിയുമെന്നത് എനിക്കും അത്ഭുതമായി. 1960-കളിൽ അമേരിക്കയിൽ ഒരു കലാകാരി എന്ന നിലയ്ക്കുള്ള തൻ്റെ ഭാവി ചെന്ന് മുട്ടിനിന്ന രണ്ടിടങ്ങളെ ഒരു കലാവിദ്യാർത്ഥിനി തിരിച്ചറിയുന്നൊരു മുഹൂർത്തമായിരുന്നു അത്. ചരിത്രം, വിദ്യാഭ്യാസ രീതികൾ എന്നിവയായിരുന്നു ആ രണ്ടിടങ്ങൾ. ജൂഡി ചിക്കാഗോ എന്നായിരുന്നു ആ വിദ്യാർത്ഥിനിയുടെ പേര്. ചരിത്രത്തിൻ്റെ ദിശ മാറ്റിയ സ്ത്രീകളുടെ അദൃശ്യത ജൂഡി ചിക്കാഗോയെ അമ്പരപ്പിച്ചു. അതിൽ അനീതിക്ക് കാരണമെന്തെന്ന് അവർ ആലോചിച്ചു. ചരിത്രം ഒരു സ്ത്രീയെ സംബന്ധിച്ച് കുറ്റാക്കുറ്റി ഇരുട്ടാകുന്നതിൽ തികഞ്ഞ അനീതിയുണ്ടെന്നും അതിന് പരിഹാരം വേണമെന്നും അവർ ചുറ്റുമുള്ളവരെ ബോധ്യപ്പെടുത്തി. തങ്ങൾ തന്നെ തങ്ങൾക്കായി തെളിയിച്ചെടുക്കുന്ന ദൃശ്യത എന്നത് മനുഷ്യരാശിയുടെ ദൈക്ഷണിക ജീവിതത്തിലെ ഒരു സ്ത്രീവാദം ആയി ഇന്ന് ഉറച്ചു വന്നത് ഇത്തരത്തിലുള്ള അനവധി പ്രവർത്തനങ്ങളിലൂടെയാണ്. ചിക്കാഗോയുടെ അന്വേഷണം ഒരർത്ഥത്തിൽ അമേരിക്കൻ കലാചരിത്രത്തിൻ്റെയും ദിശ മാറ്റി. കലാസൃഷ്ടി അതിൽ തന്നെ ഗംഭീരമാവണമെന്നും അതിന് പുറത്തുള്ള ഒന്നിലും അത് ഇടപെട്ട് കളങ്കപ്പെടരുത് എന്നുള്ളൊരു ധാരണ നമുക്കിടയിലും പ്രബലമാണ്. അമേരിക്കൻ സാഹചര്യത്തിൽ അമൂർത്ത കല ആയിരുന്നു, അബ്സ്ട്രാക്റ്റ് ആർട്ട് ആയിരുന്നു ഇതിനെല്ലാം അനുയോജ്യം. പക്ഷേ വൻ മൂലധന സന്നാഹങ്ങൾ കൊണ്ടാണ് ഇത്തരം ധാരണകൾ അവിടെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്. സ്വതന്ത്രരായ മനുഷ്യരുടെ ഇച്ഛകളെ ശക്തിപ്പെടുത്താനും പ്രചോദിപ്പിക്കാനും പരിശീലിപ്പിക്കാനും സാധിക്കുന്നു കല കൊണ്ട്. അതിനാൽ ഭരണകൂടങ്ങൾ പലപ്പോഴും കലയെ സ്വന്തം അജണ്ടകൾക്കായി പ്രയോജനപ്പെടുത്താറുണ്ട്. അമേരിക്കൻ ക്യാപിറ്റലിസവും അത് ചെയ്തു. കല അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ദേശീയ പ്രതിരോധമാണ് എന്ന് പറഞ്ഞത് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ടിൻ്റെ പ്രസിഡൻ്റായിരുന്ന ജോൺ ഹെ വൈറ്റ്നിയാണ്. അമേരിക്കൻ നയതന്ത്ര ഓഫീസിൻ്റെ സാംസ്കാരിക ആയുധമായിരുന്നു അമൂർത്ത കല. 1929 ലോക കലാ കമ്പോളത്തെ നിർമ്മിച്ച ഈ മ്യൂസിയത്തിൻ്റെ സ്ഥാപക ഒരു സ്ത്രീയാണ്, ആബി ആൾഡ്രിക് റോക്ക്ഫെല്ലർ. മറ്റൊരു വശത്ത് കലയിലെ ക്യാപിറ്റലിസ്റ്റ് ദേശീയതയുടെ അന്തസ്സെല്ലാം തിരുത്തിക്കുറിക്കുന്ന പുത്തൻ കലാഭാഷകളുടെ ഒരു കാലമായിരുന്നു 60-കൾ. കാണികളുടെ ഇടപെടലുകൾ കൊണ്ട് ഒരു കലാപ്രവൃത്തി പൂർത്തീകരിക്കുന്ന തരത്തിലുള്ള ഹാപ്പനിങ്സ്, പ്രതിഷ്ഠാപനപരമായ കലാപദ്ധതികൾ, ഇൻസ്റ്റലേഷൻ, പോപ്പ് ആർട്ട് തുടങ്ങിയവ വിപ്ലവകരമായി അമേരിക്കൻ സാമൂഹ്യ ജീവിതത്തെ വിമർശിച്ച ഒരു കാലം. കലാസൃഷ്ടി എന്നാൽ സ്വതവേ ഒറ്റപ്പെട്ടവൻ്റെ മൗലിക ചിന്തയായിട്ടാണ് മനസ്സിലാക്കപ്പെടുക, ദ ആർട്ട് വർക്ക്. പക്ഷെ അത് അവിടെ കൊണ്ട് തീരാതെ സാമൂഹിക അനുഭവങ്ങൾ അതിലിടപെടുമ്പോഴാണ് കലാപദ്ധതികൾ ഉണ്ടാകുന്നത്, ആർട്ട് പ്രോജക്ട്സ് ഉണ്ടാകുന്നത്. രണ്ടിനും വ്യത്യസ്ത ഊന്നലാണ്. ഈ സാഹചര്യത്തിലാണ് തൻ്റെ ചുറ്റിനുമുള്ള മനുഷ്യരിലേക്ക് മർമ്മപ്രധാനമായ ഒരു ചോദ്യം അറിയാൻ ജൂഡി ചിക്കാഗോയ്ക്ക് കഴിഞ്ഞത്. അതായത്, ഈ ചരിത്രത്തിൽ ഞാനില്ല, എൻ്റെ കലാചരിത്രം എവിടെ എന്നാണ് ആ ചോദ്യം. അതിനു മുൻകാലങ്ങളിൽ നടന്ന സ്ത്രീകളുടെ വോട്ടവകാശ സമരങ്ങളും തൊഴിൽ സമരങ്ങളും ഒക്കെ യൂറോപ്പിലും അമേരിക്കയിലും സ്ത്രീയുടെ ചരിത്രം എന്ന പ്രശ്നം ഉയർത്തിയിട്ടുണ്ട്. കലയിൽ ചിക്കാഗോയുടെ ഈ ചോദ്യം പിന്നീട് ഫെമിനിസ്റ്റ് കലാചിന്തയിലെ മർമ്മപ്രധാനമായ ഒന്നായി മാറി. 1974 മുതൽ 1979 വരെയുള്ള കാലം കൊണ്ട് സ്ത്രീകളുടെ ചരിത്രം ആസ്പദമാക്കി
ചിക്കാഗോ ആവിഷ്കരിച്ച ഒരു പരീക്ഷണാത്മക വിദ്യാഭ്യാസ പദ്ധതിയാണ് ഡിന്നർ പാർട്ടി എന്ന പ്രശസ്തമായ കലാകൃതി. പുരുഷാധിപത്യപരമായ ഒരു വിവരം ക്ലാസ്സിൽ പതിവ് പോലെ പറഞ്ഞുറപ്പിക്കാൻ ശ്രമിച്ച അധ്യാപകനോടുള്ള പ്രതികരണവുമായിരുന്നു അത്. അത് ഒറ്റപ്പെട്ട ഒരു വ്യക്തിയുടെ കലാസൃഷ്ടിയായിരുന്നില്ല. സ്ത്രീകളായതുകൊണ്ട് മനുഷ്യർ ദൈക്ഷണിക മഹത്വങ്ങളിൽ നിന്നും എന്തുകൊണ്ട് നീക്കി നിർത്തപ്പെടുന്നു എന്ന ചോദ്യത്തിലൂടെ ചിക്കാഗോ കലയുടെ വഴിയിൽ പുതിയ സാഹോദര്യം നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്തത്. ചരിത്രത്തിൽ നിന്നും മഹത്വമാർന്ന സ്ത്രീകളെ കണ്ടെത്തുന്ന പ്രവൃത്തിയിൽ ചിക്കാഗോയുടെ കൂടെ 100 കണക്കിന് വളണ്ടിയർമാർ ഏർപ്പെട്ടു. 80കളിലും 90കളിലും അമേരിക്കൻ കലാരംഗത്ത് വരാനിരുന്ന യുവതികളെ ആ ചോദ്യം തുടർന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. ചിക്കാഗോയുടെ ചിന്ത സത്യത്തിൽ ഗവേഷണാത്മകമായിരുന്നു. മറ്റാരെങ്കിലുമെങ്കിൽ അതൊരു പുസ്തകം പോലെ വിജ്ഞാനശേഖരമായി അവതരിപ്പിച്ചേനെ. അതിന് പക്ഷെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള മനുഷ്യരെ സ്പർശിക്കാനാകില്ല. വിജ്ഞാനം നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കലാകാരിക്കയാകൂ. അറിവ് ജ്ഞാനമാകുന്നത് അക്ഷരാർത്ഥത്തിൽ നേരിട്ടല്ല, കാഴ്ചയുടെ ആഘാതങ്ങൾ കൊണ്ടാണ്. അവിടെയാണ് ആലങ്കാരിക ചിന്തയുടെയും വസ്തുക്കൾ മെനയുന്നതിൻ്റെയും പ്രദർശിപ്പിക്കുന്നതിൻ്റെയും ഒക്കെ സാധ്യതകൾ തുറക്കുന്നത്. ഡിന്നർ പാർട്ടി ത്രികോണാകൃതിയിലുള്ള തീന്മേശ പോലെ സംവിധാനം ചെയ്ത ഒന്നാണ്. മനുഷ്യചരിത്രത്തിൻ്റെ ദിശ മാറ്റിയ 39 പ്രധാനപ്പെട്ട സ്ത്രീകൾക്കായി അതിൽ തളികകൾ നിരത്തിയിരുന്നു. മേശമേൽ കൊത്തിവച്ചിരുന്ന വേറൊരു 999 പേരുകൾ ഉണ്ടായിരുന്നു. ബാബിലോണിയൻ ഉർവരതാ ദേവതകൾ മുതൽ അമേരിക്കയിലെ തൻ്റെ മുതിർന്ന സമകാലികയായ ജോർജിയ ഒക്കീഫ് വരെ ഈ ഡിന്നർ പാർട്ടിയിൽ ഓരോ തളികകളായി പ്രതിനിധാനം ചെയ്യപ്പെട്ടു. മനോഹരമായി അവരുടെ പേരുകൾ തുന്നിയെടുത്ത മേശവിരികൾ ഓരോ തളികക്കൊപ്പവും ഉണ്ട്. അവ ഇരുട്ടുമുറിയിൽ സ്പോട്ട്ലൈറ്റ് ഇട്ട് കാണപ്പെട്ട തളികകളായിരുന്നു. 39 ദേവസ്ഥാനങ്ങൾ പോലെ ഓരോ തളികയും. പരിശുദ്ധമായൊരു പ്രമേയം അതിലെല്ലാത്തിലും ഏതാണ്ട് ഭക്ഷണം പോലെ വിരാജിച്ചു. യഥാർത്ഥത്തിൽ അവ തിളങ്ങുന്ന സെറാമിക് രൂപങ്ങളാണ്. പക്ഷെ അവ തുടുത്ത യോനികൾ പോലെ തോന്നിച്ചു. പൂക്കളെപ്പോലെയും. കുടുംബ പരിപാലനത്തിൻ്റെ ഭാഗമായ ഭക്ഷണ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന അദൃശ്യരായ അധ്വാനികളാണ് സ്ത്രീകൾ. അതേ ഭക്ഷണത്തിൻ്റെ പൊതുവായ ചരക്കു വ്യവസ്ഥയിൽ വിലയിടാവുന്ന അധ്വാനമാണ് പുരുഷന്മാരുടേത്. ഒരു ഭക്ഷണ പ്ലേറ്റുമായുള്ള സ്ത്രീയുടെയും പുരുഷൻ്റെയും ബന്ധം അതുകൊണ്ട് തന്നെ വ്യത്യസ്തമാകുന്നു. എല്ലാ വിധത്തിലും സ്ത്രീയുടെ സാന്നിധ്യം പ്രത്യുൽപാദന പരിപോഷണ പ്രക്രിയകളിൽ ഒതുക്കപ്പെടുന്നതിൻ്റെ സൂചനകളിലേക്കാണ് ചിക്കാഗോയുടെ തീന്മേശ എന്ന ആശയം വികസിച്ചത്. പുരുഷൻ്റെ രതിയനുഭവം അധികാരത്തിൻ്റെയും മിടുക്കിൻ്റെയും സൂചനയായി കാണവേ സ്ത്രീയുടെ രതിയനുഭവം ഒരു അശ്ലീലമായി കാണുന്ന പതിവുണ്ട് ഈ ലോകത്ത്. അവിടെ യോനിയുടെ ഒരു വ്യംഗ്യം പോലും അശ്ലീലം എന്ന കണക്കിൽപ്പെടും. പൊതുജീവിതത്തിൽ സ്ത്രീയുടെ ലൈംഗികതയ്ക്ക് മാന്യമായ ജനപ്രിയ സൂചനയായി പൂവിൻ്റെ ഇമേജറി വ്യാപകമാണല്ലോ. ചിക്കാഗോയുടെ പ്രതിഷ്ഠാപനത്തിൽ മുറിച്ചു വച്ചിരിക്കും പോലുള്ള പെൺ ലൈംഗികത പൂ പോലെ തുടുത്തതും വിടർന്നതുമാണ്. ഇതുതന്നെയാണ് ഡിന്നർ പാർട്ടി എന്ന കലാകൃതിക്കെതിരെ ഉയർന്ന മുഖ്യ വിമർശനവും. ഇതിലും നല്ല പോർണോഗ്രഫി പ്ലേബോയ് മാസികയിൽ കാണും എന്ന് നിരൂപകർ എഴുതി. ആ നിരൂപണത്തിൻ്റെ പ്രതിധ്വനികൾ ഏറെക്കാലം മുഴങ്ങി. പിന്നീട് ഈ വർക്ക് ജൂഡി ചിക്കാഗോയിൽ നിന്നും ഒരു സംഭാവനയായി സ്വീകരിക്കാൻ പോലും സ്ഥാപനങ്ങൾ ഏറെക്കാലം അറച്ചു നിന്നു. ക്യാപിറ്റലിസ്റ്റ് ദേശീയതയുടെ മ്യൂസിയം നയിച്ച റോക്ക്ഫെല്ലറെ പോലെ ആ നിരൂപകരിലും സ്ത്രീകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ബോധ്യമുള്ള സ്ത്രീകളുടെ കൂട്ടായ്മകളും ചരിത്ര നിർമ്മിതിയും മറ്റും ഒരു വിഭാഗീയ സ്ത്രീ വിഷയമല്ല. സ്ത്രീക്കും പുരുഷനും അഴിച്ചു പണിയാനുള്ള ജെൻഡർ റോളുകളെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ നിർമ്മിച്ച ഒരു പൊതുവിഷയമായിട്ടാണ് ലോകമെങ്ങും സ്ത്രീവാദ വിജ്ഞാനം പടർന്നത്. 1970 കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ചിക്കാഗോ തുടക്കമിട്ട ഫെമിനിസ്റ്റ് ആർട്ട് പ്രോഗ്രാം, അത് നേടിയ ജനസമ്മതി, ആണധികാരങ്ങൾ മേനി നടിച്ചു പാർത്ത സ്ഥാപനങ്ങളുടെ അക്കാലത്തെ അറപ്പിനെയൊക്കെ വെല്ലുന്നതായിരുന്നു.
സ്ത്രീയും പുരുഷനും തമ്മിൽ നികത്താൻ പ്രയാസമുള്ള ഒരു വിടവുണ്ടെന്നും ആ വിടവ് അവരുടെ ലൈംഗിക അവയവങ്ങളിൽ തുടങ്ങുന്നു എന്നും ജൂഡി ചിക്കാഗോ സ്ഥാപിച്ചെടുത്തു. ചരിത്രത്തിൽ സ്ത്രീകളില്ലാത്തത് എന്തുകൊണ്ട് എന്നതിന് ചിക്കാഗോ തന്ന ഒരുത്തരം ഡിന്നർ പാർട്ടി എന്ന ആ കലാകൃതി തന്നെയാണ്. ആ വിടവിനെ തീവ്രമായി അനുഭവപ്പെടുത്തുകയായിരുന്നു ആ വർക്ക്. പക്ഷെ അവിടെ തീർന്നില്ല. 400ഓളം മനുഷ്യർ പങ്കെടുത്ത വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ആ വിടവ് പരിഹരിക്കാനുള്ള തുടക്കവും ഡിന്നർ പാർട്ടി എന്ന പ്രതിഷ്ഠാപനത്തിലുണ്ടായിരുന്നു. അതൊരു കലാകൃതി മാത്രമല്ലായിരുന്നു, അതൊരു ബദൽ വിദ്യാഭ്യാസ പദ്ധതി കൂടി ആയിരുന്നു. ഫെമിനിസ്റ്റ് വിദ്യാഭ്യാസം വ്യാപകമായൊരു ലോകമാണ് പിന്നീടുണ്ടായതെന്ന് നമുക്കറിയാലോ. പലതരം ലൈംഗിക സ്വത്വബോധങ്ങളുടെ സാധ്യതകൾ മനുഷ്യർ തുറക്കുന്ന ഒരു സാമൂഹിക കാലത്തിലാണ് ഇന്ന് നമ്മളെല്ലാം പുലരുന്നത്. മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം ശാരീരികമായിരിക്കെ തന്നെ അത് മാത്രമല്ലെന്നും ഇന്ന് വ്യാപകമായി ബോധ്യമുണ്ട്. ആ അർത്ഥത്തിൽ ജൂഡി ചിക്കാഗോയുടേത് സ്ത്രീവാദ ചിന്തയുടെ ആദ്യഘട്ടമാണ്. നാഴികക്കല്ലാണെങ്കിലും അതൊരു പഴയ വർക്കാണ്. എന്നിട്ടും കലാസൃഷ്ടിയിൽ താൻ നടത്തിയ ലൈംഗിക ഇമേജറി ഉപയോഗത്തിൻ്റെ പേരിൽ ജൂഡി ചിക്കാഗോ നേരിട്ട ആ വിമർശം ഇന്നും പൊതുവെ കലാകാരികൾ നേരിടുന്നു. കലയിൽ സ്ത്രീകൾ മെറ്റഫറായി പ്രയോഗിക്കുന്നതെന്തും മനുഷ്യരാശിയുടെ കലാഭാഷാ പതിവുകളിൽ പെടും. ലൈംഗിക അവയവ രൂപമടക്കം അവരുടെ കലാചിന്തയുടെ ധൈഷണികതയാണത്. പക്ഷെ അതങ്ങനെ കാണാൻ കഴിയാതിരിക്കുക എന്ന വളരെ യാഥാസ്ഥിതികമായ ഭാവുകത്വ പ്രശ്നം ഇന്നും തുടരുന്നു. ഭക്ഷണം, തീന്മേശയൊരുക്കൽ തുടങ്ങിയ പെൺപ്രവൃത്തികൾ പൊതുവെ ഗൃഹകാര്യം ആയി ആഘോഷിക്കുന്ന ആണാധികാര ബോധത്തിന് യോനി ഒരു സ്ത്രീ വിഷയമായിരിക്കാം. കലാകാരികളുടെ നരവംശത്തിനാകട്ടെ അത് സമൂഹത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും കാര്യവുമാണ്. അർത്ഥത്തിൽ ഇന്ന് ലോക കലാചരിത്രത്തിൽ യോനി എന്ന ഇമേജറി വിമോചകമായ ഒരു ആലങ്കാരിക ചിന്തയുടെ കാര്യമാണ്. കലാകാരിയുടെ വ്യക്തിപരമായ ലൈംഗികതാ സൂചനയല്ല അത്. ഇക്കാര്യം സ്ഥാപിച്ചെടുക്കാൻ ഇന്നും ലോകത്തെ പല സംസ്കാരങ്ങളിലും കലാകാരികളുടെ നരവംശങ്ങൾ പ്രത്യേകം പ്രയത്നിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? വിട്ടുമാറാത്ത സന്നിപാത ജ്വരം പോലെ തികച്ചും യാഥാസ്ഥിതികമായ പുരുഷഭാവുകത്വം എല്ലാ സമൂഹങ്ങളിലും ഉള്ളതുകൊണ്ട് എന്നാണ് ഒരു ഉത്തരം.